മലയാള സിനിമയിലെ ഹാസ്യത്തിന്റെ പഴയ മുഖം, ഇന്ന് ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച സ്വഭാവ നടന്മാരിൽ ഒരാൾ. കോമഡി സീനുകളിൽ കണ്ട് നമ്മൾ ചിരിച്ച ആ മനുഷ്യൻ എങ്ങനെയാണ് ഇത്രയും വലിയൊരു അഭിനയ വിസ്മയമായി മാറിയത്? വെറുമൊരു നടനല്ല, അതിജീവനത്തിന്റെ വലിയൊരു പാഠപുസ്തകമാണ് ഇന്ദ്രൻസ്. ഇന്ദ്രൻസ് എന്ന വലിയ നടന്റെ പിന്നിൽ അത്രയും വലിയൊരു കരുത്തായി അദ്ദേഹത്തിന്റെ കുടുംബമുണ്ട്. ഭാര്യ ശാന്തയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പിന്തുണ. കഷ്ടപ്പാടിന്റെ നാളുകളിലും സിനിമയിൽ തരംതാഴ്ത്തലുകൾ നേരിട്ടപ്പോഴും തളരാതെ ഇന്ദ്രൻസിനെ ചേർത്ത് പിടിച്ചത് ശാന്തയാണ്. മക്കളായ മഹേഷും ദിവ്യയും അടങ്ങുന്നതാണ് ആ കുടുംബം. അവരുടെ സ്നേഹവും പിന്തുണയുമാണ് വെള്ളിത്തിരയിൽ ഇത്രയും മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് ലഭിക്കുന്ന വലിയൊരു ഊർജം. ജീവിതത്തിലെ ഈ വലിയ സപ്പോർട്ട് സിസ്റ്റം തന്നെയാണ് അദ്ദേഹത്തെ വീടുകളിലെ ഒലിവർ ട്വിസ്റ്റ് പോലെ ഓരോ പ്രേക്ഷകന്റെയും പ്രിയപ്പെട്ടവനാക്കി മാറ്റിയത്. പഴയ സിനിമകളിൽ കേവലം കോമഡി വേഷങ്ങൾ മാത്രം ചെയ്തിരുന്ന ഇന്ദ്രൻസിനെ നമ്മൾ പെട്ടെന്നാണ് ഗൗരവത്തോടെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ആളൊരുക്കം എന്ന ചിത്രം അദ്ദേഹത്തിന്റെ കരിയർ തന്നെ മാറ്റിമറിച്ചു. പിന്നീട് വെയിൽ മരങ്ങൾ, ഹോം എന്ന ചിത്രങ്ങളിലെ ഒലിവർ ട്വിസ്റ്റ് വരെ എത്തിയപ്പോൾ താനൊരു വെറുമൊരു ഹാസ്യതാരമല്ലെന്നും ഏത് ഗൗരവകരമായ വേഷവും അനായാസം കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹം തെളിയിച്ചു. വർഷങ്ങളോളം സിനിമയുടെ പിന്നണിയിൽ തയ്യൽക്കാരനായിരുന്നപ്പോൾ അദ്ദേഹം കണ്ടും പഠിച്ചും വെച്ച ജീവിതാനുഭവങ്ങളുടെ പ്രതിഫലനമാണ് ഓരോ വേഷവും. മലയാളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഇപ്പോൾ ഇന്ദ്രൻസിന്റെ റേഞ്ച്. തമിഴ് സിനിമയിലും അദ്ദേഹം ഇപ്പോൾ ഒരു ട്രെൻഡ് സെറ്ററാണ്. കറുപ്പൻ മുതൽ ഏറ്റവും പുതിയ ചിന്ന ചിന്ന ആസൈ വരെ എത്തുമ്പോൾ തമിഴ് പ്രേക്ഷകരും ഇന്ദ്രൻസ് എന്ന നടന്റെ അഭിനയ മുഹൂർത്തങ്ങളെ ആഘോഷമാക്കുകയാണ്. വേഷം ചെറുതാണോ വലുതാണോ എന്നതല്ല, ചെയ്യുന്ന വേഷം എങ്ങനെ പ്രേക്ഷകന്റെ നെഞ്ചിൽ എത്തിക്കാമെന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും തെളിയിക്കുന്നു. 68-ാം വയസ്സിലും സിനിമയിൽ പരീക്ഷണങ്ങൾ നടത്താനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും അദ്ദേഹം കാണിക്കുന്ന ഈ ആവേശം തന്നെയാണ് ഇന്ദ്രൻസിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. വെള്ളിത്തിരയിലെ ഈ കുഞ്ഞൻ മനുഷ്യൻ ഇന്ന് മലയാള സിനിമയുടെ അഭിമാനമാണ്. ഇന്ദ്രൻസിന്റെ കരിയറിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാപാത്രം ഏതാണ്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.